ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ കുറെ നാളായി ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ടാ. ഇപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ബൺമസ്ക വിത്ത് ഇറാനി ചായ. അപ്പൊ ഗൈസ്, അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതെ, നല്ല സോഫ്റ്റ് ബണ്ണ്. നമ്മളിവിടെ ബർഗറിന്റെ ബണ്ണായിട്ട് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബണ്ണ് വേണമെങ്കിലും എടുക്കാം. പിന്നെ നമുക്ക് വാനില എസൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് നമ്മുടെ അമൂലിന്റെ അൺസോൾട്ടഡ് ബട്ടർ ആട്ടോ. നമ്മൾ 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വേറെ ഇൻഗ്രീഡിയന്റ് ഇതാണ്, എന്താ പറയാ, മിൽക്ക് മെയ്ഡ് കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ റൂം ടെമ്പറേച്ചറിൽ വെച്ച ബട്ടറാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. അതാണ് നമുക്ക് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്കൊരു ബൗളിലോട്ട് ആദ്യം തന്നെ അത് ഇട്ട് കൊടുക്കാം. നമുക്ക് പീസായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ബട്ടർ. പിന്നെ അൺസോൾട്ടഡ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ബട്ടർ. നോർമൽ നമ്മളൊരു 4 ബണ്ണിനൊക്കെയാണ് ഉണ്ടാക്കണമെങ്കിൽ ഒരു ബട്ടർ മതിയായിരിക്കും കേട്ടോ. നമ്മളിവിടെ ബർഗർ ബണ്ണായതുകൊണ്ട് ഇത്തിരിയും കൂടി വലുതായിരുന്നു. പിന്നെ അതുപോലെ തന്നെ 6 ബണ്ണുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിവിടെ 2 ബട്ടർ വാങ്ങിച്ചിരിക്കുന്നത്. എന്നാലും നമുക്ക് ഉണ്ടാക്കി വന്നപ്പോൾ ക്രീം ബാക്കിയായിരുന്നു കേട്ടോ നമുക്ക് ഉണ്ടാക്കി വന്നപ്പോൾ. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് നമുക്ക് എന്താണ് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ ഒരു ഇത്തിരി വലിയ ടിന്നെ മേടിച്ചത്, അതിൻ്റെ ഒരു അരയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. കുറച്ച് മധുരത്തിന് ആവശ്യത്തിന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതുകൊണ്ട് നമുക്ക് ഇളക്കിയിട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് മിക്സ് ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ കുറച്ചൊക്കെ അല്ലാതെ ഒന്ന് ഉടച്ച് ബാക്കി നമ്മൾ ബീറ്റർ കൊണ്ടാണ് ബീറ്റ് ചെയ്തെടുത്തത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന 6 ബണ്ണൂല്ലേ, ജസ്റ്റ് ഒന്നില്ലെങ്കിൽ ബട്ടറിൽ നമ്മൾ ബട്ടർ മുഴുവനായിട്ട് എടുത്തതിന് ശേഷമായിട്ട് എനിക്ക് ടോസ്റ്റ് ചെയ്യേണ്ട കാര്യം ഓർമ്മ വന്നത്. അപ്പം നമ്മളിവിടെ ഓയിലാണ് എടുത്തേക്കുന്നത്. ഒരു പാനിൽ ജസ്റ്റ് ഒന്ന് ഓയിലാക്കിയിട്ട് ബണ്ണൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഓൾറെഡി നമ്മുടെ ബണ്ണ് നല്ല സോഫ്റ്റ് ബണ്ണാണ് കേട്ടോ. അതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും മുകൾ ഭാഗവും അതുപോലെ ബാക്ക് ഭാഗവും ഒന്ന് ആയാൽ മതി കേട്ടോ. അത് നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള 3 ബണ്ണും ഇതുപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പകുതി ആക്കിയതിന് ശേഷം ഒന്ന് പാനിൽ വെച്ച് ഫ്രൈ ആക്കി എടുക്കാം. നമ്മൾ ഓൾറെഡി വലിയ ബണ്ണായതുകൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ ബണ്ണൊക്കെ ടോസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ഒരു ലേശം, ഒരു 3/4 ടീസ്പൂൺ വാനില എസൻസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അത് നമ്മൾ 2 ബട്ടർ എടുത്തുകൊണ്ട് മാത്രമാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു ചെറിയ മൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ലാസ്റ്റാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബീറ്റൊക്കെ നല്ലപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ടർ. അതിന് ശേഷം ലാസ്റ്റ് ഞാൻ ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ബീറ്റാക്കി എടുക്കണം കേട്ടോ. അത് മുഴുവനായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിക്ക്. ഇനി നമുക്ക് ആദ്യം തന്നെ എന്താ പറയുക, ബണ്ണ് നമ്മൾ മുറിക്കിട്ടുണ്ട് കേട്ടോ. അതെ, ഇത്രയ്ക്ക് മുറിച്ചാൽ മതി, മുഴുവനായിട്ട് മുറിക്കണ്ട. എല്ലാ ബണ്ണും നമുക്ക് ഇതുപോലെ മുറിച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ എല്ലാ ബണ്ണും ഇതുപോലെ നടുവൊന്നും മുറിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുഴുവനായിട്ടൊന്നും മുറിക്കേണ്ട ആവശ്യമില്ല, ഒരു 3/4 മുറിച്ചാൽ മതി. നമ്മുടെ ബൺ മുറിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, ക്രീമല്ല നമ്മുടെ ബട്ടറും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും വാനില എസൻസും, അത് നമുക്കിനി എല്ലാ ബണ്ണിൻ്റെ ഉള്ളിൽ ഇതുപോലെ പരട്ടി കൊടുക്കാം കേട്ടോ. ബാക്കിയുള്ളത് എന്ത് ചെയ്യുക, സൈഡിലും കൂടി ഒന്ന് ഇതാക്കി കൊടുക്കുക. അങ്ങനെയാണല്ലോ നമ്മൾ കാണാറുള്ളത് ഫുള്ള്. അപ്പോൾ അതുപോലെ നമ്മുടെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം അത് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇറാനി ചായ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. ഇത് നമ്മുടെ വേർഷൻ ഓഫ് ഇറാനി ചായ കേട്ടോ. അതിനായിട്ട് നമ്മളത് ആദ്യം തന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കറുവപ്പട്ട ഒരു കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 കരയാമ്പൂ, ഗ്രാമ്പൂ, പിന്നെ അതുപോലെ തന്നെ ഏലക്കായ കേട്ടോ. ഇതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് വെള്ളം തിളച്ച് വരുമ്പോൾ ചായയിലിട്ടിട്ട് നമുക്ക് വാങ്ങാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ മധുരമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ പാലും മിൽക്ക് മെയ്ഡായിട്ട് മധുരം ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ നമുക്ക് മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ ചായ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പാൽ വെച്ചിട്ടുണ്ട് കേട്ടോ.
പാലിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മധുരം ആഡ് ചെയ്യുന്നില്ല. അതിന് പകരം നമ്മൾ മധുരത്തിന് പകരം മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പാലിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് അറിയില്ല. നമ്മൾ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇളക്കിയിരുന്നു, പക്ഷെ നമ്മുടെ പാല് ചെറുതായി പിരിഞ്ഞ പോലെ ആയിട്ടാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ പാല് നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കിയിരിക്കും നല്ലത്. അത് നമുക്ക് മിൽക്ക് മെയ്ഡൊക്കെ ഇങ്ങനെ ഒരു തരി പോലെയാണ് വന്നത്, അത് അടിയിൽ പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഒരു ചെറിയൊരു മണം ഉണ്ടായിരുന്നു കേട്ടോ അതിന്, നമുക്ക് ഇത് അടിയിൽ പിടിച്ചുകൊണ്ട് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് അതും വാങ്ങി വെക്കാം കേട്ടോ തിളയ്ക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ബൺ മസ്ക റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാനി ചായ ഇത് നമ്മൾ കട്ടനും പിന്നെ അതുപോലെ തന്നെ പാല് മിൽക്ക് മെയ്ഡ് എടുത്തത് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു ചില്ലി ഗ്ലാസ്സിലോട്ട് ഹാഫ് കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഹാഫ് നമ്മൾ പാലോ മിൽക്ക് മെയ്ഡ് ഇട്ട് തിളപ്പിച്ചില്ലേ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാണ് ഗൈസ് നമ്മുടെ വേർഷൻ ഓഫ് ഇറാനി ചായ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടേസ്റ്റിങ്ങിലോട്ട് കിടക്കാണ്ട് ഗൈസ്. നമ്മൾ ഓൾറെഡി ആ വീഡിയോയിൽ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര ബഹളം കാരണം അതിലത്തെ വോയിസ് ഓവർ ഇടാൻ പറ്റില്ല ഗൈസ്. അതുകൊണ്ടാണ് നല്ല അടിപൊളി ബണ്ണ് തന്നെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്രീം ബണ്ണൊക്കെ കഴിക്കണേക്കാളും ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് ചായയിൽ മുക്കി കഴിച്ചെടുക്കാം. ചായയിൽ മുക്കി കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ ചായ നമ്മുടെ ഇത്തിരി നാശായ പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ മിൽക്ക് മെയ്ഡ് ഒഴിച്ചപ്പോൾ. വേറെ രസക്കുറവുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിനി നമ്മുടെ മാമയുടെ ഉണ്ണികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അവർക്കും കൂടി കൊടുത്തിട്ട് അവരുടെ റിവ്യൂ നിങ്ങൾക്ക് ലൈവായി കാണാം. നമ്മുടെ ഈ വൈറൽ ബൺ മസ്കയുടെ ഇറാനി ചായയുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ബൈ.